என்டர்டைனிங். செகண்ட் ஆஃப் வாஸ் குட். ஃபர்ஸ்ட் ஆஃப் കുറച്ച് ബോറാണ്. സെക്കൻഡ് ഹാഫ് நல்லா இருந்துச்சு. நல்ல மூவி. நெக்ஸ்ட் 100 crores ஃபார் பிரதீப். டிராகன் அளவுக்கு இல்லை, பட் இட்ஸ் அன் என்டர்டைனிங் மூவி. கண்டிப்பாக செகண்ட் ஹாஃப் என்டர்டைனிங்காக இருந்துச்சு. ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் லைட்டாக போரிங்காக இருந்துச்சு. கனெக்ட் ആവും. കണ്ടിപ്പാ കണക്ട് ആവും. എല്ലാവരും കണക്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കണക്ട് ആവേണ്ട രീതി കണക്ട് ചെയ്താൽ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നൈസ് തന്നെ, കുഴപ്പമൊന്നുമില്ല. ലൈക്ക് ഡ്യൂഡിനെയും കട്ടിക്കൊള്ളാം, കുഴപ്പമില്ല. സ്ഥിരം ടെംപ്ലേറ്റ് നിന്ന് മാറ്റി ഒരു പടം കിട്ടും. അത് ഞാൻ പറഞ്ഞില്ല, ലൈക്ക് ഇത് എത്ര കണക്ട് ആവും അറിഞ്ഞൂടാ. കണക്ട് ആയാൽ ഇഷ്ടപ്പെട്ടു, ഉറപ്പായി 100 കോടി. അടിപൊളി, ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു. പിന്നെ എത്രയും പെട്ടെന്ന് അനിരുദ്ധത്തിൻ്റെ OST പെട്ടെന്ന് ഇറക്കണം. അടിപൊളിയാണ്. ലവ് ഉള്ളവർക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. പെർഫോമൻസ് കൊള്ളാം. പ്രദീപ് കൊള്ളാം, സീമാന് കൊള്ളാം, SJ സൂര്യ പറയണ്ട. പിന്നെ അടിപൊളി, നല്ല പടം. 100 കോടിക്ക് ചാൻസ് കുറവാണ് പ്രദീപിന്റെ ബാക്കി പടം ചോദിക്കുക. കഥ എന്തോ ഫ്യൂച്ചറിന്റെ കഥ കാണിക്കുന്നതുകൊണ്ടാണ് എന്തോ പോരാ, വലുതായിട്ട് കണക്ട് ആവൂല. കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നല്ല പ്ലോട്ടാണ്, പക്ഷെ അത് അവൻ്റെ കയ്യിൽ നിന്നില്ല. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് അംബീഷ്യസും ആണ്, നല്ല ക്വാളിറ്റിയിൽ എടുത്തിട്ടുമുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് കണക്റ്റ് ആയിട്ടില്ല. എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയില്ല. പക്ഷേ നല്ല അടിപൊളി പ്ലോട്ടും ഒക്കെ ആയിരുന്നു, പക്ഷെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. എനിക്ക് ആവറേജ് പടമാണ് ബ്രോ. ഒത്തിരി ഹൈയും ഒത്തിരി ലോയൊന്നും ഇല്ലാത്ത ഒരു ഫ്ലാറ്റ് പടം, ഒരു സാധാരണ ഒരു പടം. അതിൽ ചിലപ്പോൾ നമ്മളെയൊക്കെ ഭാവിയായിരിക്കും ഈ സിനിമയെ കാണിച്ചിട്ടുണ്ടാവുക, പറയാൻ പറ്റത്തില്ല. ധീമാന്ന് പറഞ്ഞ പാട്ട് ഒരു കൊല്ലം കഴിഞ്ഞൊക്കെ ഇതിനകത്ത് കേൾക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല പടം, കണ്ടോണ്ടിരിക്കുക. പ്രദീപ് കുഴപ്പമില്ല, ഡയറക്ടറുള്ള അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം. കഥയൊന്നുമില്ല. എല്ലാവർക്കും കുഴപ്പമില്ല, നല്ല പടമാണ് ബ്രോ. അത്യാവശ്യം കുഴപ്പമില്ല തന്നെ. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ഫൺ മൂഡിലൊക്കെ പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷണൽ കുറച്ചും കൂടെ ഒന്ന് കണക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഒരു അച്ഛൻ മകൻ്റെ ഒരു സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അവരത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അവരൊരു ബ്രേക്ക് വരുന്നുണ്ട് അവർക്കിടയിൽ. പക്ഷെ അവർ റീകണക്ട് അവരടുത്തും ചെയ്യുന്നില്ല. അതും കൂടെ ഒന്ന് റീകണക്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു കോംബോ വർക്കായേനെ. പിന്നെ കുഴപ്പമില്ലാത്ത മ്യൂസിക് പിന്നെ എടുത്തങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. ഒരു വൈറൽ ഒരു സോങ് ഉണ്ടായിരുന്നു മ്യൂസിക്കിൽ, അത് ഓക്കെ. ബാക്കി മറ്റേ പഴയ ഒരു സിനിമ ഞാനും റൗഡി, ആ പടത്തിലെ മ്യൂസിക് തന്നെയാണ് ബാക്കി കണ്ടിന്യൂ ചെയ്ത് മുക്കിയതും പോകുന്നത്. കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോൺസെപ്റ്റ് അവരുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ആപ്പും കാര്യങ്ങളൊക്കെയാണ് അച്ഛനമ്മമാരൊക്കെ കാണേണ്ട ഒരു ഇതാണ്. പ്രദീപിനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് വർക്കായി, പടം വർക്കായി. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് പടം ഓക്കെ. അവനെ കാണാൻ മാത്രം വന്നുകൊണ്ട് ഓക്കെ. ജെൻസി കിഡ്സിൻ്റെ പടമാണ്. ഈ പടം 2040 എടുക്കുന്ന കഥ പോലെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് നമുക്ക് കണക്റ്റ് ആവത്തില്ല. പക്ഷേ പടം കണക്റ്റ് ആയ ശേഷം പടം കിടിലൻ പടമാണ്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് ഈ പറയുകയാണെങ്കിൽ ഈ ആദ്യത്തെ 20 മിനിറ്റ് കണക്കാവും. അതിന് 20 മിനിറ്റിന് ശേഷം ഈ സംഭവങ്ങൾ എന്താണ്, ഈ ആപ്പിനെ പറ്റിയുള്ളൊരു പടമാണ്. ഈ ആപ്പ് നമുക്ക് കണക്റ്റ് ആയ ശേഷം പടം കിടിലമാണ്. ജെൻസി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരുന്നത് തന്നെ ഏകദേശം ഫുൾ കപ്പാസിറ്റിയിൽ 70% ആൾക്കാരും ഒരു 18 to 20-22 വയസ്സായ പയ്യന്മാരാണ് ഇരുന്നത്. അവർക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം പടം അടിപൊളിയാണ്. പടം എന്തായാലും പടം പുള്ളിയുടെ 4ാമത്തെ 100 കോടി തന്നെ തുടരെ അതിൻ്റെ ഒരു ഇതാണ്. ഈ ഉറപ്പായിട്ട് പയ്യന്മാർ കയറി കാണും. ലവേഴ്സിനും പ്രത്യേകിച്ച് ലവേഴ്സിനും അവർ തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, അറ്റാച്ച്മെൻറ്റ്. ഇപ്പോഴത്തെ ലവ് പഴയ 90s 80s ലവ് അല്ല, ഇപ്പം 2K ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ ലവ് ഒക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അവരെങ്ങനെയാണ് പ്രേമിക്കുന്നത് എന്നുള്ള രീതിക്ക് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ പടം ഇഷ്ടപ്പെടും. ബാക്കി ഫാമിലി ഇത്തിരി പ്രായവർക്കൊന്നും പടം വർക്കാവത്തില്ല. ഇഷ്ടപ്പെടില്ലെന്നല്ല, വർക്കാവില്ല. നമ്മൾ പയ്യന്മാർക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും.